2025 നീറ്റ് എക്സാമിനേഷൻ ക്വസ്റ്റ്യൻ അല്പം ലെങ്തി ആയതുകൊണ്ട് പോസ് ചെയ്ത് വായിച്ച് നോക്കുക. ഞാനിവിടെ ഫിഗർ ഇല്ലസ്ട്രേറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു കപ്പാസിറ്ററിന് ഇടയ്ക്കുള്ള സ്പേസിൽ രണ്ട് മെറ്റീരിയലുകൾ ഫില്ല് ചെയ്യുന്നു. ഒന്നിന്റെ ഡയലക്ട്രിക് കോൺസ്റ്റന്റ് K1, രണ്ടാമത്തെ K2 എന്ന് പറയുന്നത് 4/5 K1 എന്ന് ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നു. മൂന്നാമത്തെ സ്പേസിൽ എം ടി ആയി തന്നെ മെയിൻറ്റെയിൻ ചെയ്യുന്നു. നമുക്കറിയാം ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ നമ്മൾ ഇവരെ സീരീസ് കോമ്പിനേഷൻ ആയിട്ട് എടുക്കുക. സീരീസ് കോമ്പിനേഷന്റെ ഇഫക്റ്റീവ് എന്ന് പറയുന്നത് 1/CS = 1/C1 + 1/C2 + 1/C3 എന്നാണ് അല്ലേ. ഇവിടെ ഫിഗറിൽ പറഞ്ഞിരിക്കുന്നു ഡ്യൂ ടു ദിസ് കപ്പാസിറ്റൻസ് ബിക്കംസ് 2 times larger than when there is nothing. അതായത് കപ്പാസിറ്റൻസ് ഡബിൾ ആവുന്നു. നമുക്കത് ക്വസ്റ്റ്യനിൽ എഴുതാം. 1/ ഡബിൾ എന്ന് പറഞ്ഞാൽ 2ε0A/d is equal to ഒന്നാമത്തെ ആളുടെ കപ്പാസിറ്റൻസ് 1/ε0 K1 A/ ആ സ്പേസിംഗ് എന്ന് പറയുന്നത് 3D/8 അല്ലേ. അപ്പോൾ 3D / 8 ന്യൂമറേറ്ററിലേക്ക് പോകും. പ്ലസ് രണ്ടാമത്തെ ആളുടെ കേസിൽ 1/ε0 K2 എന്ന് പറയുന്നത് ഇവിടെ K2 4/5 K1 ആണ് അല്ലേ. അപ്പോൾ 4/5 K1A ഇൻറ്റു അവർ തമ്മിലുള്ള സ്പേസിംഗ് എന്ന് പറയുന്നത് 4D/8 ആണ്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 4D/8 സോറി ഡിനോമിനേറ്ററിൽ എഴുതണ്ടേ 4D/8 4D / 8 പ്ലസ് മൂന്നാമത്തെ ആളുടെ 1/ε0 A/d/8. ഓക്കെ, നമുക്ക് കോമൺ ടേംസ് ഒക്കെ കട്ട് ചെയ്യാം. കോമൺ ടേംസ് കട്ട് ചെയ്താൽ ε0 A/d ε0 A/d എല്ലായിടത്തും കട്ടാവും. 4ഉം 4ഉം കട്ടാവും. ε0 A/d കട്ടാവും. നമുക്കിവിടെ കിട്ടുന്നത് 1/2 is equal to ഈ കാണുന്ന 3 ന്യൂമറേറ്ററിലേക്ക് പോയാൽ 3/8 K1 പ്ലസ് ഇവിടെ 5 ന്യൂമറേറ്ററിലേക്ക് പോയാൽ 5/8 K1 അഗെയിൻ പ്ലസ് മൂന്നാമത്തെ ടേമിൽ 1/8 മാത്രം. 1/8നെ ലെഫ്റ്റിലേക്ക് കൊണ്ടുവന്നാൽ 1/2 - 1/8 എന്ന് പറയുന്നത് 3/8 ആണ് കേട്ടോ. 3/8 is equal to 3/8 K1 പ്ലസ് 5/8 K1 വരും. 3 സ്ഥലത്ത് നമുക്ക് 8 കട്ട് ചെയ്യാം കോമൺ ആയിട്ട്. സോ നമുക്ക് ആൻസർ വരുന്നത് ഇങ്ങനെയാ. 3 is equal to ഞാൻ ഇവിടെ സിംപ്ലിഫൈ ചെയ്യാം. 3 is equal to 3/K1 പ്ലസ് 5/K1 എന്ന് വരും. LCM എടുത്താൽ K1 is equal to 8/3 എന്ന് വരും, അല്ലെങ്കിൽ 2.67. അതിന് ക്ലോസസ്റ്റ് ആയിട്ട് വരുന്ന ഓപ്ഷൻ 2.66 ആണ്. ഓപ്ഷൻ 2 ആണ് കറക്റ്റ് ആൻസർ.